ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എന്ന വീഡിയോ. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ഒരു സെൻ സ്റ്റീലാണ്. ആരാടനീ ആശാന്റെ നെഞ്ചെത്തിട്ട് ആരാടനീ പറ പറമോനെ കളിക്കാരിയാണോ നീ കണ്ടോന്റെ വാക്കും കേട്ട് വന്നാണോ നീ ആരാടനീ. സെൻ കാർബണിൻ്റെയും സെൻ സ്റ്റീലിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഏകദേശം 500 to 600 യൂണിറ്റുകൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിലും കെ എൽ വണ്ടികൾ എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ OG കെ എൽ വണ്ടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ കെ എൽ. ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതൊരു 2010 എടുത്തിട്ട് ഈ ഒരു 2025 ആകുമ്പോഴത്തേക്ക് ഒത്തിരി അധികം ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോഡ് ലിസ്റ്റ് ഓഫ് മോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ത്രൂ ഔട്ട് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. എന്തൊക്കെ മോഡ്സാണ് ഈ വണ്ടി വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഏകദേശം ഒരു സ്റ്റേജ് 3 ബിൽഡാണ്. റോൾ കേജ് വരെ അടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജ് 3 ബിൽഡാണ്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഹുഡ് പിൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇൻഡിക്കേറ്റേഴ്സും ഫോഗ് ലാമ്പും ഒരുമിച്ചാണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് ഒരു കസ്റ്റം ലിപ്പ് വരുന്നുണ്ട്. പിന്നെ മെഷ് നോക്കിക്കഴിഞ്ഞാൽ മെഷും ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു യുണീക്ക് വാഹനമാണ്. ഈ ഒരു യുണീക്ക് വാഹനത്തിനെ കംപ്ലീറ്റ്ലി എൻജിൻ കമ്പോണൻറ്റ്സ് വൈസ് ആണെങ്കിലും ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി മോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരു മെഷ് കാണാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾഡ് എയർ ഇൻടേക്കിന് വേണ്ടി എടുത്തിരിക്കുന്ന മെഷാണ്. കാരണം ഈ ഒരു മെഷ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഇൻടേക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് എയർ അകത്തിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്പണിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ 15 ഇഞ്ച് വീൽസും കാര്യങ്ങളാണ് വരുന്നത്. ഇതിന് എത്ര നാളത്തെ മോഡിഫിക്കേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഹിസ്റ്ററി ഓഫ് മോഡ്സ് പറയാനുണ്ട്. സെൻ കാർബണിൻ്റെ കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറാണ് സെൻ കാർബൺ വരുന്നത്. സ്റ്റീലിൽ സിൽവറാണ്. നമ്മുടെ ഈ വാഹനം സെൻ സ്റ്റീലാണ്, സോ ഇത് സിൽവർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു ചേഞ്ച് ചെയ്ത് ഒരു സെൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് ഇത്രയും ലിമിറ്റഡ് ആയിപ്പോയി? കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വെളിയിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. പക്ഷേ ഒരു ക്രൈസിസ് വന്നപ്പോൾ ഇത് ഇവിടെ തന്നെ സെല് ചെയ്യേണ്ടി വന്നു. മാർക്കറ്റിൽ ഇറക്കി വളരെയധികം ആവശ്യക്കാരുണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ തന്നെ ഫുൾ യൂണിറ്റുകളും സോൾഡ് ഔട്ട് ആയിപ്പോയി. എഞ്ചിൻ സൈഡ് മോഡ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു BMCയുടെ എയർ ഫിൽറ്റർ കാണാം, സ്ട്രട്ട് ബാർസ് കാണാം. ഇതിനകത്ത് ലൈറ്റ് വെയ്റ്റ് ഫ്ലൈ വീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സ്റ്റേജ് 3 XTD ക്ലച്ച് യൂസ് ചെയ്തിരുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് മോഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് പോളിഷ്ഡ് ത്രോട്ടിൽ ബോഡിയും കാര്യങ്ങളുമാണ് വരുന്നത്. റേസ് ഡൈനാമിക്സിൻ്റെ സ്റ്റാൻഡ് അലോൺ ECU വരുന്നുണ്ട്. ECU നമുക്ക് സ്വിച്ചബിൾ ആണ്, നമുക്ക് സ്റ്റോക്കിൽ ഓടിക്കാം. നമുക്കൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ റേസ് ഡൈനാമിക് ECU എനേബിൾ ആകുന്നതാണ്. ആ എനേബിൾ ആകുന്ന ECUവിൽ ലോഞ്ച് കൺട്രോൾ ഫീച്ചർ വരെയുള്ള ECU ആണ് അപ്പോൾ ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ബാറ്ററി യൂണിറ്റ് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ വരുന്നുണ്ട്, ബാറ്ററി യൂണിറ്റ് കാണാം. ഇവിടുന്ന് നമുക്ക് റേഡിയേറ്ററൊക്കെ പുതിയ റേഡിയേറ്റേഴ്സും കാര്യങ്ങളാണ് വരുന്നത്. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ രാജ് ഇഗ്നോണിയുടെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് 4:2:1 റേഷ്യോയിൽ വരുന്നുണ്ട്. ഹൈ ക്യാംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂവൽ റെഗുലേറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. കോൾഡ് എയർ ഇൻടേക്കാണ്. കാരണം ഇവിടുന്ന് ഒരു വെൻറ്റ് കണ്ടില്ല. ഈ വെൻറ്റിൽ കൂടെ നമുക്ക് ഇവിടുന്ന് എയർ അകത്തോട്ട് വരാനുള്ള ഒരു പ്രൊവിൻസ് അവർ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ഇൻസൈഡിലേക്ക് എയറും കാര്യങ്ങളും വരുന്നതാണ്. പിന്നെ നമുക്ക് സ്ട്രട്ട് ബാർസ് അപ്പ് സൈഡും താഴെയും വരുന്നുണ്ട്. പോളിഷ്ഡ് ഹെഡ്സ് ആണ് വരുന്നത്. ക്യാംസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂവൽ പ്ലസ് റെഗുലേറ്റർ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി നമുക്ക് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ലിസ്റ്റ് ഓഫ് മോഡ്സ് ഇഷ്ടം പോലെയാണ്. എക്സോസ്റ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ രാജ് ഇഗ്നോണിയുടെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് വരുന്നത്. അത് റേഷ്യോ വരുന്നത് 4:2:1 റേഷ്യോയിലാണ് എക്സോസ്റ്റും കാര്യങ്ങളും വരുന്നത്. ഗ്യാപ് സ്ട്രീറ്റ് അഡ്ജസ്റ്റബിൾ കോയിലോവേഴ്സ് ആണ് വണ്ടിക്ക് വരുന്നത്. സ്ട്രട്ട് ബാർസ് ടോപ്പിൽ മാത്രമല്ല താഴെയുമാണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. നമുക്ക് ഇത് ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ സ്റ്റേജ് 3 ബിൽഡാണെന്ന് തന്നെ പറഞ്ഞു. നമുക്ക് ഇൻസൈഡ് റോൾ കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റേസിംഗ് സീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തിൽ വേറെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറകിൽ നിന്നുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുള്ളി വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മെഷീൻ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വി ക്യാൻ പുള്ളി ഇറ്റ്. ഇപ്പോൾ ഒരു 148 ഹോഴ്സ് പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും ഇത്രയും വെയിറ്റ് പ്രൊഡ്യൂസ് ചെയ്തൊരു വണ്ടി എന്തോരം പുള്ളിയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതൊരു ചെറിയ ചിന്ന പുളി റോക്കറ്റാണ്. ഇൻസൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ മീറ്റേഴ്സും കാര്യങ്ങളും കാണാം. ഇതിനകത്ത് വോൾട്ടിമീറ്റർ വരുന്നുണ്ട്, വാട്ടർ ടെമ്പറേച്ചർ മീറ്റർ വരുന്നുണ്ട്, എയർ ഫ്യൂൽ റേഷ്യോയുടെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോമീറ്റർ വരുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് റേസ് ഡൈനാമിക്സിൻ്റെ ECU ഇരിക്കുന്നത് കാണാം. ഇവിടെ പവർ ഫയർ, ക്യാപ്റ്റീവ് ഡിസ്ചാർജ്, ഇഗ്നിഷൻ കോയിൽ നമ്മൾ ആദ്യം പറഞ്ഞില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ആ യൂണിറ്റാണ് ഈ യൂണിറ്റ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇഗ്നിഷൻ ഓണും ഓഫും എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. മോമോയുടെ ഗിയർ നോബും വരുന്നുണ്ട്. ഷോർട്ട് ഗിയർ റേഷ്യോ ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അൽക്കണ്ടറ ഫിനിഷ് വരുന്നുണ്ട് ഇഷ്ടംപോലെ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് OMPയുടെ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അൽക്കണ്ടറ ഫിനിഷ് നമുക്ക് കുറച്ച് എലമെൻറ്റ്സിനകത്ത് അധികം നമുക്ക് അൽക്കണ്ടറ ഫിനിഷും കാര്യങ്ങളും കാണാം. പിന്നെ നമുക്ക് ഇവിടെയാണ് ഈ പറയുന്ന നമ്മുടെ റേസ് ഡൈനാമിക്സിൻ്റെ ECU എനേബിൾ ആക്കുന്നത്. ഇവിടെയാണ് നമുക്ക് എനേബിൾ ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി കുറച്ചുകൂടി അഗ്രസീവ് ആവുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വണ്ടികളിലും ഞാൻ കാണാത്തൊരു സാധനം, ഇതിനകത്തിൽ ഒരു സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. ഫുള്ളി ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആകുന്ന ഒരു
സൺറൂഫും കാര്യങ്ങളുമാണ് വരുന്നത്. അത് ഞാൻ ഒരു വണ്ടിയിൽ അധികം കണ്ടിട്ടില്ലാത്തതാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സെൻ കാർബണിലോ സ്റ്റീലിലോ കാണുന്നത്. വളരെയധികം ലിമിറ്റഡ് ആണ് ഈ സെൻ കാർബണും സ്റ്റീലും. അപ്പോൾ നമുക്ക് ഓണറിനെ പരിചയപ്പെടാം. ഹായ് ബ്രോ, വെൽക്കം. ഹായ്, സുഖമല്ലേ? സുഖം. ബ്രോ ജസ്റ്റ് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ ഓഡിയൻസിന് വേണ്ടി? യെസ്, എൻ്റെ പേര് അനൂജ്. ഞാനാണ് ഈ സെൻ സ്റ്റീലിൻ്റെ ഓണർ. അപ്പോൾ ഈ വണ്ടി എന്നാണ് ഫസ്റ്റ് കിട്ടുന്നത്? ഇത് ഞാൻ 2010-ലാണ് എടുക്കുന്നത്. ഒറിജിനൽ KL ആയിരുന്നു. നൈസ്. ആ സമയത്ത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മോഡ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അന്ന് നമ്മൾ രാജ്യം കൊറിയ എടുത്ത് പോയിട്ട് എക്സോസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ പിന്നെ ബ്ലൂ കളർ, ഇതിൻ്റെ കളർ വേറെ ആയിരുന്നു. പിന്നെ ബ്ലൂ കളർ വേറെ കളറായിരുന്നു. പിന്നെ വീൽസൊക്കെ ഇട്ടായിരുന്നു ആ സമയത്ത്. അത്യാവശ്യം അങ്ങനെ ചെറിയ മോഡ് മാത്രം ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതൊരു ഡ്രീം വാഹനം തന്നെയായിരുന്നു? അതെ, ഇത് കീപ്പ് ചെയ്യാനുള്ളൊരു പരിധി തന്നെ നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓക്കെ. അന്ന് എടുക്കുന്ന സമയത്ത് ഇതൊരു പ്രൊജക്ടർ ആവുമെന്ന് അതെ. ഓക്കെ. അപ്പോൾ ഈ ഒരു 2010 എടുത്തെന്ന് പറഞ്ഞു. ഒരു 15 കൊല്ലത്തെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു കടന്നു പോയിരിക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സിൽ കൂടെ ആയിരിക്കും. അതെ അതെ അതെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇപ്പോൾ എത്തുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ കറന്റ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ വണ്ടി വേണമെങ്കിൽ നമുക്കൊരു സ്റ്റേജ് 3 കാർ എന്ന് പറയാം. ഓക്കെ. അത്രയും നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഈ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? ലാഗ് ഉണ്ടായിരുന്നു, ടൈം ലാഗ് കുറേ എടുത്തു. വണ്ടി കുറേ ഇതിന് കയറ്റുമ്പോഴും കുറേ ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ പെയിൻറ്റിങ്ങും എല്ലാം കൂടി കയറിയിട്ട് ഒരു 1 ഇയർ എടുത്തു വണ്ടി. പിന്നെ റോൾ ഗേജ് എല്ലാം ചെയ്ത് അത്യാവശ്യം മോഡിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞ വണ്ടി ഇറങ്ങാണ്ട് 1 ഇയർ എങ്ങനെയാലും ഈ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഫസ്റ്റിൽ നമുക്ക് എസ്തെറ്റിക് സൈഡിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ആഫ്റ്റർ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ്. അതിൽ ഇത് വരുന്നുണ്ട്, പാർക്ക് ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്റർ വരുന്നത്. ഓക്കെ. അതിനകത്തൊരു ചെറിയൊരു LED കൊടുത്തിട്ട് ലൈറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ലും കാര്യങ്ങളെല്ലാം സ്റ്റോക്കിങ്ങിന് തന്നെയാണോ? അല്ല, അത് നമ്മൾ അതിൻ്റെ അകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. മറ്റേ ഹണി കോമ്പ് ഒരു ഗ്രില്ല് അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം നമുക്ക് അകത്തോട്ടൊരു കോൾഡർ ഇൻടേക്ക് കയറി വലിക്കാണ്ട് അവിടെ ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വെൻറ്റ് ഫംഗ്ഷനിങ് ആണ്? അതെ അതെ, ഫംഗ്ഷനിങ് ആണത്. ഓക്കെ. ബാക്കി ഇവിടുന്ന് ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളെല്ലാം എല്ലാം സ്റ്റോക്കാണ്. സ്റ്റോക്ക് തന്നെയാണ്. ഫ്രണ്ടിൽ നിന്ന് ഒരു ലിപ്പ് വെച്ചിട്ടുണ്ടല്ലേ? അടിയിലൊരു ലിപ്പ് വെച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു i20യുടെ ലിപ്പാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഇത്രയാണുള്ളത്. പിന്നെ നമുക്ക് ഹുഡ് പിൻസ് വരുന്നുണ്ടല്ലേ? ഹുഡ് പിൻ വരുന്നുണ്ട്. പിന്നെ സൺറൂഫ് ചെയ്തിട്ടുണ്ട്. വെബാസ്റ്റോയുടെ ഓട്ടോമാറ്റിക് സൺറൂഫാണ്. ഓക്കെ. അത് ഞാൻ ഒരു 2012 ആ കാലഘട്ടത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് അന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഒരു പ്ലാൻ എങ്ങനെയായിരുന്നു? അത് ഇങ്ങനെ നമ്മൾ ഓരോ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ ഇത് ചെയ്താണെന്ന്. അപ്പോൾ ഒരുമിക്ക വാഹനത്തിൽ ഞാനും കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം. ഇത് ഓട്ടോമാറ്റിക്കാണ്, മറ്റേ ഇത് സാധാരണ മാനുവലല്ല, ഓട്ടോമാറ്റിക്കാണ്. അതെ, ഫുള്ളായിട്ട് ഇവിടെ വരെ അത് ഇതായിട്ട് വരും, സ്ലൈഡായി വരും. പിന്നെ 2 ഏരിയയിൽ അത് ഡ്രിൽ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ മറ്റേ ബ്രേക്ക് ലൈറ്റ്സ് ഇതൊക്കെ പീറ്റ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വായിച്ച മുത്ത് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ ബമ്പറിൽ ഇങ്ങനെ ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബമ്പറിൽ ഓക്കെ. ഞാൻ അതും നോട്ട് ചെയ്തു. നമ്മളെ ഫസ്റ്റ് കാണുമ്പോൾ നോട്ടീസ് നമ്മൾ അതിൻ്റെ ബമ്പറിൽ ഇങ്ങനെ ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബമ്പറിൽ ഓക്കെ. ഞാൻ അതും നോട്ട് ചെയ്തു. നമ്മളെ ഫസ്റ്റ് കാണുമ്പോൾ നോട്ടീസ് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഡ്രിൽ ചെയ്തിട്ട് അതിൻ്റെ അകത്തൂരി തന്നെ നമ്മൾ എക്സോസ്റ്റ് സ്ട്രൈറ്റ് പൈപ്പ് ആക്കിയിരിക്കുക. അങ്ങനെ ആക്കിയത്. ആ പ്രോസസ്സ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അതെ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അകത്തുനിന്ന് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ എക്സോസ്റ്റ് പുതിയ മെഷർമെൻറ്റ് ചെയ്തേക്കണം, രാജി തന്നെ ചെയ്തേക്കണത്. അപ്പോൾ അവിടെ നിന്ന് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫുൾ സ്ട്രൈറ്റ് പൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ അകത്ത് കൂട്ടി നമ്മൾ എടുത്തിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് ബ്രോ തന്നെയാണോ ഇതിൻ്റെ ഐഡിയയുടെ? അതെ, ഇതൊക്കെ നമ്മൾ തന്നെ നമുക്കൊരു ഐഡിയയുടെ പുറത്ത് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് 0200 എന്ന് പറഞ്ഞിട്ട് മനോജ്. പുള്ളിയാണ് വണ്ടി ഫുള്ള് എക്സ്റ്റീരിയൽ ഇൻറ്റീരിയലെല്ലാം പുള്ളിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു ടോങ് ഇത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, ബ്രേക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. അതെ, അത് സാധാരണ നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്നതാണ്. പിന്നെ വീൽസിലേക്ക് വരുമ്പം വീൽസ് വരുന്നത് 15 ഇഞ്ച് വീലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഓക്കെ. 185 45 R15 ആണ് ഇത് ടയർ സൈസ്. ലിങ്ക് ലോങ്ങിന് ടയർ ഇട്ടേക്കണം. അപ്പോൾ ഏകദേശം ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലോഡ് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ സസ്പെൻഷൻ വരുന്നത് RCയുടെ സസ്പെൻഷൻ ഇട്ടിട്ടുണ്ട്. കോയിലോവേഴ്സ് ആണ്. അതെ, അഡ്ജസ്റ്റബിൾ കോയിലോവേഴ്സ് ആണ് ഇപ്പോൾ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കോയിലോവേഴ്സ് അവൈലബിൾ ആയിരുന്നോ? അതെ, അവർ ചെയ്യുന്നുണ്ട്. പിന്നെ റൗട്ടേഴ്സ് ഉണ്ട്. അത് ടാരോക്സിൻ്റെ റൗട്ടറാണ്. അത് ഞാൻ PLC നേരത്തെ 2008-12 ആ കാലഘട്ടത്തിൽ നമ്മൾ എടുത്താണ് റൗട്ടേഴ്സ് എടുത്തത്.
ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല വ്യത്യാസമുണ്ട്. ബ്രേക്കിംഗ് ഒക്കെ നല്ല ഇതാണ്. എസ്റ്റീമിൻ്റെ ബ്രേക്കാണ് അത്. എസ്റ്റീമിൻ്റെ ബ്രേക്സാണ് ഇപ്പോൾ നമ്മൾ കയറ്റിക്കുന്നത്. റൗട്ടർ വന്നിട്ട് ടാറോക്സിൻ്റെയാണ്. ഇമ്പോർട്ടൻറ്റ് റൗട്ടേഴ്സാണ്. ഓക്കെ. അപ്പം ഇപ്പോൾ ഒരു സെൻ കാർബണോ സ്റ്റീലോ ഓൺ ചെയ്യുന്ന ഒരു വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത് ഒരു ഹെൽപ്ഫുള്ളായിട്ട് പറയുന്നത്? ഇപ്പം ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അറ്റ് പ്രസൻറ്റ്? ഒരു എനിക്ക് തോന്നുന്ന ഒരു 70% എല്ലാം നമ്മൾ പുറത്തുനിന്ന് തന്നെ ഇമ്പോർട്ട് സോഴ്സ് ചെയ്തതാണ്. അകത്ത് ഇരിക്കുന്ന ഇപ്പം എല്ലാം OMPയുടെ സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ സോഴ്സ് ചെയ്താണ്. ബ്രോ, അപ്പം നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റിലേക്ക് അടക്കാം. വാട്ട്സ് അണ്ടർ ദ ഹുഡ്. ആദ്യം വരുന്ന ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇത് തന്നെയായിരുന്നോ? ഇല്ല, ആദ്യം ഇരിക്കുന്ന ഫിൽറ്റർ ഗ്രീൻ കോട്ടൻ്റെ ഫിൽറ്ററാണ് നമ്മൾ തിരുന്നത്. അത് ഫുൾ കവേർഡായിട്ട് വന്നിട്ട് ഇതായിരുന്നു, കോൾഡ് എയർ ഇൻടേക്ക് ആയിരുന്നു. അപ്പോൾ RC-ക്കാർ പറഞ്ഞത് ഇത് മാറ്റിയിട്ട് ഇത് വെക്കാൻ പറഞ്ഞു. ഇതെന്നാലും അത് കറക്റ്റ് വണ്ടി നമ്മൾ ഡൈനോയിൽ അവർ കാണിച്ചു തന്നു. കാരണം ഫിൽറ്റർ വെച്ചിട്ടും ഫിൽറ്റർ ഇല്ലാണ്ട് അവർ കാണിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായത്. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഈ സാധനം ഇത് ഡയ വെക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡയ ഇതാക്കിയതാണ്, ഡയ ഇൻടേക്ക് ഫുൾ സ്റ്റോക്കി ചെയ്തിരിക്കുന്നതാണ്. അതെ, ഓക്കെ. പിന്നെ ബ്രോ ഇതേപോലെ പറഞ്ഞായിരുന്നല്ലോ ചാസിസ് സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് സ്ട്രെങ്തൻ ചെയ്യുന്നതോറും നമ്മൾ ഇത് ഇത്രയും സസ്പെൻഷൻ എല്ലാം കൊണ്ടിട്ട് വണ്ടി നമ്മൾ ഇത്ര റഫ് കട്ടറിൽ കൂടെയൊക്കെ ഓടിക്കാൻ നേരത്ത് ചിലപ്പോൾ ചേസിൻ്റെ അവിടെ ചിലപ്പോൾ ചെറിയ ക്രാക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ അതെല്ലാം സ്ട്രെങ്തനിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ രാജിൻ്റെ ഹെഡേഴ്സ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഈ പുതിയ പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ മെഷർമെൻറ്റിലാണ് പുതിയ ഹെഡർ ഡിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കണം. പിന്നെ ഹൈ ലിഫ്റ്റ് ക്യാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇത് MST കോഡ് വെയറിൻ്റെ ഇതാണ്. ഈ കോഡ് വെയർ നേരെ ഇങ്ങനെ വന്ന് പിന്നെ അകത്തോട്ട് വേറെ യൂണിറ്റ് ഉണ്ട്. അകത്ത് വേറെ പവർ ഫ്ലക്സിൻ്റെ റീഡ് ഉണ്ട്. അതിൻ്റെ അകത്താണ് പിന്നെ ഇങ്ങോട്ട് കണക്ഷൻ എടുത്ത് തന്നേക്കുന്നത്. ഓക്കെ. ഒരു ഡയ വെച്ചിട്ടുണ്ട്. അതെ, ഡയ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫ്യൂൽ പ്രഷർ റെഗുലേറ്ററാണ്. സ്റ്റഡ് ബാർസ് കൊടുത്തിട്ടുണ്ട്. അത് അടിയിലും ഉണ്ട്. ഫ്രണ്ടിൽ വന്നിട്ട് അടിയിലും ഇതേമാതിരി തന്നെ സെയിം ബാർ അടിയിലും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റബിൾ കോയിൽ ലിവേഴ്സ് പറഞ്ഞത്. അഡ്ജസ്റ്റബിൾ കോയിൽ ലിവേഴ്സ് ആണ് വരുന്നത്. അതെ, ഫുൾ സിസ്റ്റം വെക്കണം. 4:2:1. 4:2:1. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ ഷോർട്ട് ഗിയർ റേഷ്യോ ആണ് ഇപ്പോൾ വണ്ടി. ഷോർട്ട് ഗിയർ റേഷ്യോ ഞാനിവിടെ മാഗ്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പുള്ളിയാണ് അത്യാവശ്യം മെക്കാനിക്കലെല്ലാം ചെയ്തേക്കണം എൻ്റെ വണ്ടിയുടെ. കുണ്ടന്നൂരുള്ള ഒരു ദീപു എന്ന് പറഞ്ഞിട്ട് പുള്ളിയുണ്ട്. പുള്ളിയാണ് എൻ്റെ അത്യാവശ്യം മെക്കാനിക്കൽ സൈഡുകളെല്ലാം ക്ലിയർ ചെയ്തേക്കുന്ന പുള്ളിയാണ്. നമ്മൾ ഷോർട്ട് ഗിയർ റേഷ്യോ പുള്ളി തന്നെയാണ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ ത്രോട്ടിൽ ബോഡി ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്, മാനിഫോൾഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ സംഭവങ്ങൾ പുള്ളിയെ കൊണ്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വോൾട്ടേജ് ഇത് വെച്ചിട്ടുണ്ടല്ലോ. അതെ, വോൾട്ടിൻ്റെ അത് സ്റ്റെബിലൈസർ ബാർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് വോൾട്ടാക്കി വണ്ടി ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇതൊക്കെ. ഓൺ എ ഹെവി നോട്ട് ഇതൊരു 10-15 വർഷത്തെ പ്രോസസ് ആയിരുന്നു അതോ? ഇല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യമേ തന്നെ നമ്മളിപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഇത് ഇന്റേണൽസ് എല്ലാം 1.6 G16B ഇതാണ് നമ്മൾ ചെയ്തേക്കണം. ഫുൾ ഇന്റേണൽസ് നമ്മൾ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അതെ. അത് കഴിഞ്ഞിട്ട് പയ്യെ ആയിരുന്നു ഈ പ്രോസസ്സ് മൊത്തം? ഇല്ല, ഇതിപ്പോൾ നമ്മൾ ഈ അടുത്താണ് ഇതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഈ അടുത്ത്, അതായത് ഒരു 1 ഇയറിനുള്ളിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇതൊക്കെ സോഴ്സ് ചെയ്യാനും ഇതിൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രോ ബിൽഡ് ചെയ്തത്? റിസർച്ചേഴ്സ് ആയിരുന്നോ? അതെ, കുറേ റിസർച്ച് ചെയ്ത് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ മാഗ്നത്തുള്ള ദീപു ചേട്ടൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് പുള്ളിയുടെ ഐഡിയയും എൻ്റെ ഐഡിയയും കൂടി വെച്ചിട്ടാണ് കംപ്ലീറ്റ് നമ്മൾ ബിൽഡ് ചെയ്തേക്കണം. പിന്നെ രാജിൻ്റെ അടുത്ത് കൊണ്ട് ഈ ഫ്ലൈ വീൽസ് എന്നാണ് അവരുടെ ഇതിൻ്റെ പേര്, രാജ് ഹിംഗോറിയ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ ഹെഡേഴ്സ് ചെയ്തത്. പിന്നെ ഹൈ ലിഫ്റ്റ് ക്യാംസ് ചെയ്ത് പിന്നെ ഈ MSTയുടെ സാധനങ്ങളെല്ലാം അവിടെ നിന്നാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ RC-യുടെ ഇതുണ്ട് വണ്ടിക്കകത്ത്, RC-യുടെ RC-യുടെ സ്റ്റാൻഡ് ലോൺ ഈസി ഇരിക്കണം. അതാകുമ്പോൾ നമുക്ക് സ്റ്റോക്ക് കൂടാം, സ്റ്റോക്ക് ഇട്ട് ഓടിക്കാം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ പവർ വേണമെങ്കിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇതായി. ബ്രോ, ഇപ്പം മെക്കാനിക്കൽ സൈഡ് ഇപ്പം സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം ഇവിടെ തന്നെയാണോ? അതെ, ഇവിടെ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യണം. എല്ലാം ഇതിൻ്റെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. അതെ, എല്ലാം ചെയ്യണം ഇവിടെ തന്നെ. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു ബിൽഡ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ആദ്യത്തെ ഇനിഷ്യൽ കോസ്റ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. മെയിൻ്റെനൻസ് കുറച്ചുകൂടെ ഈസിയറാണ്. മെയിൻ്റെനൻസ് ഈസിയറാണ്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇനി കോംപ്ലിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും സോഴ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ? ഇല്ല, എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. എനിക്ക് ഹൈ ലിഫ്റ്റ് ക്യാംസ് മാത്രമാണ് അത് US നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അത് കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം അന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതൊരു എക്സ്ട്രീം സൈഡിലേക്ക് പോകുമെന്ന് വിചാരിച്ചായിരുന്നോ? നേരത്തെ പ്ലാനിലുണ്ടായിരുന്നു. ബ്രോ, ഇപ്പോൾ വിട്ടേക്കുന്ന ക്ലച്ചും കാര്യങ്ങളും
ക്ലച്ച് ഇപ്പോൾ നമ്മൾ എസ്റ്റീം ക്ലച്ചാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. അതിൻ്റെ അകത്ത് എക്സീഡിയുടെ സ്റ്റേജ് 3 ക്ലച്ചാണ് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത്. ഹാർഡാണ് സംഭവം, ചവിട്ടാൻ നേരത്ത് കുറച്ച് ഹാർഡാന്ന് മാത്രമേ, പക്ഷേ വണ്ടി നല്ല പവറാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം ഇപ്പം ഇത് ചെയ്തേക്കുന്നതുകൊണ്ട് സ്ട്രെഡ് ബാസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട്, സസ്പെൻഷൻ അടക്കമുള്ളതുകൊണ്ട് വണ്ടി പക്ക സ്റ്റേബിൾ ആണ്. അതെ, ബ്രേക്കിങ്ങും ഓക്കെയാണ്. ഡൈനോ ചെയ്ത് നോക്കിയായിരുന്നോ? ആ, ഡൈനോ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ എത്രയാണ് ഫിഗേഴ്സ് ഇപ്പോൾ? ഒരു 148 BHP ഉണ്ട് വണ്ടി ഇപ്പോൾ. 148 BHP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത്യാവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് റെഡ്യൂസ് എല്ലാം ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇത് അതിൽ കൂടുതൽ നോർമലി ഒരു വണ്ടി വലിക്കുന്നതിനെക്കാളും കൂടുതൽ വലിക്കുന്നത്. അതെ അതെ, കാരണം ഇത് സെന്നല്ലേ, അപ്പോൾ അതിൻ്റെ ബോഡി വെയിറ്റ് അറിയാമല്ലോ. ഞാൻ ഒന്നുമില്ല, ഈ ഫ്രണ്ടിൽ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെ, 2 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വണ്ടി ആ രീതിയിലുള്ള പോക്കാണ് പോകുന്നത്. അപ്പോൾ ഇരിക്കുന്ന പ്ലഗ്സും കാര്യങ്ങളൊക്കെ പ്ലഗ് വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് പ്ലഗ്സ് ആണ്. ആ, പിന്നെ അവർ ഈ രാജ്യം തന്നെ തന്നാണത് നമുക്ക്. അതിട്ട നമ്മൾ ഇവിടെ നിന്ന് പ്ലഗ് അവർ മാറ്റി, എന്നിട്ട് അവരുടെ പ്ലഗ് അവർ ഇൻസ്റ്റാൾ ചെയ്തു. പ്ലസ് ഈ വന്നേക്കണ ഈ സിലിക്കോണിൻ്റെ ഈ യൂണിറ്റ് ഉണ്ടല്ലോ, ഇത് ഫുള്ളി പോയി MSD കോഡ് വേറെയാണത്. MSDയുടെ ഇവിടെ വരും യൂണിറ്റ്, പിന്നെ അവിടെ നേരെ പവർ ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് വേറെ ഉണ്ട്. അതിൻ്റെ അകത്ത് പോയി അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിക്ക് അതിനനുസരിച്ചുള്ള പവർ റേഷ്യോയും കൂടും, പിന്നെ മൈലേജും ഒന്നും കൂടി കൂടുതൽ. ഇൻസൈഡിലേക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ മീറ്ററും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രോ ഒന്ന് എന്തൊക്കെയാണെന്ന്. അതെ, അത് ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓട്ടോമീറ്റർ, ടാക്കോമീറ്റർ ഉണ്ട്. ഓക്കെ, പിന്നെ എയർ ഫ്യൂൽ റേഷ്യോ, വാട്ടർ ടെമ്പറേച്ചർ, വോൾട്ട്, ഇത്രയും ഇതാണ് നമ്മളിപ്പോൾ കയറ്റിയിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം. പിന്നെ ഒരു ബാറ്ററിയുടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്, ചാർജ് അറിയാനായിട്ടുള്ളത്. അതൊക്കെ നമുക്ക് എത്രയോ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഇൻഡിക്കേഷൻ കാണിക്കും. ഓക്കെ, പ്രോപ്പർലി അത് ഇൻഡിക്കേഷൻ. അതെ, നമ്മളിതിനകത്ത് അൽക്കൻഡാറ ചെയ്തിട്ടുണ്ട്, ഈ പീസ് ഇത്, പിന്നെ ഇത് റൂഫ് മൊത്തം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. റൂഫ് മൊത്തം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഇത് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. സൺ റൂഫിൻ്റെ ഇവിടെയൊക്കെ ഇത് സിൽവർ ആയിരുന്നു, അതെല്ലാം നമ്മൾ ബ്ലാക്ക് അടങ്ങി. ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ഇത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് ഒത്തിരി കോസ്റ്റ് ആയ കാര്യമാണോ? ഇത് അന്നൊരു 80,000 ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസൈഡിലേക്ക് വരുമ്പോൾ പിന്നെ കുറേ ആൽക്കൻഡറ ഫിനിഷും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. അതെ അതെ. പിന്നെ സീറ്റ്സും കാര്യങ്ങളും വരുമ്പോൾ സീറ്റ്സ് ഒരു റേസിംഗ് സീറ്റ് സാധാരണ നമ്മൾ അതെ, അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് നോക്കുന്നുണ്ട്, അത്യാവശ്യം ഒരു നല്ല സീറ്റ് നോക്കിക്കൊണ്ടിരിക്കേണ്ടത്, ഏതെങ്കിലും ബ്രാൻഡഡ് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്വിച്ചസും കാര്യങ്ങളും അല്ലാതെ ഇത് പുഷ് സ്റ്റാർട്ടിൻ്റെ സംഭവമാണ്. ഇതിങ്ങനെ ഇട്ട് ഇത് ഓൺ പ്ലസ്. നൈസ്. ഇതാണല്ലേ പറഞ്ഞ അല്ലാതെ യൂണിറ്റ് വരുന്നത്? അതെ, ഇതാണ് പവർ ഫ്ലക്സ്. ഇതിൻ്റെ ഇത് ഞാൻ യൂണിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ECU റേസ് ഡൈനാമിക്സിൻ്റെ ECU ആണ് ഇരിക്കുന്നത്. അതെ, ഇതാണ് റേസ് ഡൈനാമിക്സിൻ്റെ ECU. അപ്പം എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നത്? ഇതാണ് അതിൻ്റെ ആ സ്വിച്ച്. അതായത് ഇതിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റോക്കിലാണ്. നമ്മൾ ഈ സ്വിച്ച് മുകളിലിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ECUലാണ്. ആ ഹൈഡിലേക്ക് മാറിയതുകൊണ്ടാ. ഓക്കെ, ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കണ്ടാ, വണ്ടി സ്റ്റോക്കിലാണ്. ഓക്കെ, ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ RPM കയറി വരും. RPM കയറി അഗ്രസീവ് ആവുന്ന നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ നിൽക്കുള്ളൂ ഇത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഇതിലാണ് നിൽക്കുന്നത്, ECU-ത്തിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ലോഞ്ചിലാണ്. ഇപ്പോൾ ലോഞ്ചാണ്. ആ, ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ RPM കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ പൊട്ടണം നോക്കുക, കണ്ടോ? ഓക്കെ, ഇപ്പോൾ ലോഞ്ച് കൺട്രോൾ വർക്ക് ചെയ്യണം. ലോഞ്ച് കൺട്രോൾ ആക്ടിവേറ്റ്. ആ സമയത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ച് മാറി. ഓക്കെ, അപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ് അതെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഗിയറിലേക്ക് സാധാരണ ഇത് തന്നെ ഷോർട്ട് ഗിയർ റേഷ്യോ ഉള്ള ഞാൻ പറഞ്ഞു, ഷോർട്ട് ഗിയർ റേഷ്യോ ആണ്. അപ്പോൾ ഇൻസൈഡിൽ ഇത്രയും മാറ്റങ്ങളാണ് വരുന്നത്. അതെ. പിന്നെ ആദ്യത്തെ സമയത്ത് തന്നെ റോൾ ഗേജ് അടിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇപ്പോൾ ന്യൂലി പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്താണ് റോൾ ഗേജിൻ്റെ സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിലെ സീറ്റ്സും കാര്യങ്ങളും നേരത്തെ തന്നെ റിമൂവ് ചെയ്തായിരുന്നു? ഇല്ല, അതെല്ലാം ഇപ്പോൾ ചെയ്തേക്കുന്നതാണ്. ഇത് OMPയുടെ സ്റ്റിയറിംഗ് ആണ്, നമ്മൾ ദുബായിൽ നിന്ന് വരുത്തിച്ചാണ്. ഓക്കെ, പിന്നെ സ്പീഡോമീറ്ററും കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് തന്നെയാണ്? അതെ, സ്റ്റോക്കാണ്. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അത് ഡിജിറ്റൽ ആക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ വരുന്നുണ്ടോ ശരിക്കും? ഇല്ല, അതും നമ്മൾ അവിടെ നിന്ന് സോഴ്സ് ചെയ്യേണ്ടി വരും, പുറത്തുനിന്ന് തന്നെ സോഴ്സ് ചെയ്യണം. ഒരുമിക്ക സാധനങ്ങളും പുറത്തു തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡാഷ് ക്യാം വരുന്നുണ്ട്. ഡാഷ് ക്യാം ആയിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് മാത്രമല്ല, അതായത് ബാക്കി മ്യൂസിക് സിസ്റ്റവും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. നമ്മൾ ആവശ്യത്തിന് ഒരു ചെറിയൊരു മ്യൂസിക് സിസ്റ്റം നോക്കി അത്യാവശ്യം മ്യൂസിക് കേൾക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹെഡ് യൂണിറ്റ്, പയനിയറിൻ്റെ ഹെഡ് യൂണിറ്റ്, പിന്നെ അതേപോലെ സ്റ്റെഗ് എന്ന് പറഞ്ഞിട്ട് കോമ്പണൻസ് ചെയ്തിട്ടുണ്ട്, സ്പീക്കേഴ്സ് വരുന്നത്. അതെ, പിന്നെ ഫോക്കലിൻ്റെ ഒരു 12 ഇഞ്ച് സബും ചെയ്തിട്ടുണ്ട്. ആംബ് ആണെങ്കിൽ ആൽപൈൻ്റെ ആംബും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര ചെയ്തിട്ടുള്ളൂ. ഞാനത് ഇവിടെ എംബറർ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ എംബറർ, അതെ, അവരാണ് എനിക്ക് ചെയ്തത്. ബ്രോ, ഇപ്പോൾ ഇത് ഒരു ഹ്യൂജ് ബിൽഡാണ്.
അപ്പോൾ ഈ ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ ഒരു ടൈം ആയിരിക്കും ബ്രോ എടുത്തേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊരു കോസ്റ്റും കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. എന്നാലൊരു എസ്റ്റിമേറ്റ് കോസ്റ്റ് എന്തോരമായി കാണും? എന്തായാലും ഈ വണ്ടി ഞാൻ വാങ്ങിച്ചത് കൂട്ടാണ്ട് ഒരു അബൌട്ട് 10 lakhs എന്തായാലും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 12 ഒന്നും ഒക്കെ പറയാം. നൈസ്. എന്താണ് ഈ കാറിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കീപ്പ് ചെയ്യാൻ കൊടുക്കണില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടോ? എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇതിനകത്ത് ചെയ്യണമെന്നുള്ള? ഉണ്ട്. ഇനി അടുത്ത പ്രൊജക്റ്റുകൾ വരണ്ട്. അത് സർപ്രൈസാണ്. ഓക്കെ, നൈസ്. അപ്പം ബ്രോയുടെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളിലും ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് കറക്റ്റായിട്ടൊരു ഡീറ്റെയിൽസ് കിട്ടും. അതെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ആഗ്രഹിച്ചല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ 0200 മനോജ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അന്ന് 2010 നമ്മൾ നിർമ്മിച്ചെടുപ്പിച്ച വണ്ടി. എനിക്ക് താല്പര്യമില്ലായിരുന്നു. പുള്ളി പറഞ്ഞത് നമുക്ക് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ് കേരളമാണ് ഒറിജിനലാണെന്ന് പറഞ്ഞാൽ എന്നെ കൂടെ എടുപ്പിച്ച വണ്ടിയാണ്. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റോക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത വണ്ടിയാണ്. സിൽവർ കളർ ആയിരുന്നു, സ്റ്റീലായിരുന്നത്, സെൻ സ്റ്റീൽ. അപ്പോൾ പിന്നെ അത് പിന്നെ നമ്മുടെ ഒരു മൈൻഡ് അറിയാലോ, നമ്മളത് പിന്നെ ബാംഗ്ലൂർ കൊണ്ടുപോയി. എനിക്ക് സൂപ്പർ ബൈക്സിൻ്റെ ബിസിനസ്സാണ്, യൂസ്ഡ് ബൈക്സിൻ്റെ സൂപ്പർ ബൈക്സ് യൂസ്ഡിൻ്റെ ബിസിനസ്സാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ എനിക്ക് സ്ഥിരം ബാംഗ്ലൂരൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വണ്ടി, അതിൻ്റെ ഒപ്പം ഓടിച്ചുകൊണ്ട് വരാൻ വേണ്ടി വേണ്ടൊരു വണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ അന്ന് ഹെഡർ അടിച്ച്, അങ്ങനെ ഹെഡർ ചെയ്ത് കഴിഞ്ഞ് എയർ ഫിൽറ്ററും വെച്ച് തുടങ്ങിയതാണ്. പിന്നെ ആ പ്രാന്ത അവസാനിക്കണത് ഇപ്പോൾ ഇവിടെയാണ്, ഈ ഒരു ബിൽഡ് ഇവിടെ വരെ. അതെ. പിന്നെ സൺറൂഫ് ചെയ്ത് ആ സമയത്ത്, പിന്നെ പെയിന്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂ ആക്കി. പിന്നെ അതിൽ തന്നെ കുറേ വീല് മാറ്റി ഇടാൻ തുടങ്ങി. വീലുകൾ പല വീലിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിന് 13 സ്റ്റോക്ക് വീൽ ഉണ്ട്. അതിൽ സ്ലിക്സ് ആണ് ഞാൻ ഉപയോഗിക്കണം. സ്ലിക്ക് ഫുൾ സ്ലിക്ക് ടയേഴ്സ് ഉണ്ട് അതിനടുത്ത്. അതാണ് ഞാൻ ആദ്യം ഈ വണ്ടിയിൽ ഇട്ടിരുന്നത്. പിന്നെ അത് മാറ്റി ഇപ്പോൾ 15, ഇപ്പോൾ ഈ പറഞ്ഞ 185, 45, 50, 15 ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ അടുത്തത് 14 ഇഞ്ച് വീലും ടയേഴ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ അടുത്തത് അതിട്ടാലേ വണ്ടി പ്രോപ്പറായിട്ട് പവറിൻ്റെ കറക്റ്റ് കാണിക്കുള്ളൂ. അപ്പോൾ അത് കാരണം അത് നമ്മൾ കയറിയിട്ടില്ല. അത് അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തേക്കാണ്. അപ്പോൾ ബ്രോനെ എനിക്കറിയാം, ബ്രോയ്ക്ക് കാർസിനെക്കാട്ടിലും കൂടുതൽ ബൈക്സിനോടല്ലായിരുന്നു ക്രേസ്? അതെ. ഇപ്പോഴും അതെങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ അടുത്ത് ബൈക്സ് ഉണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് 2019 R1 ഉണ്ട്, ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു വണ്ടി ഉണ്ട്. അത് ഞാൻ കീപ്പ് ചെയ്യുന്നത്, അത് ഞാൻ കൊടുക്കണില്ല. അതിലും ഫുള്ളി ലോഡഡ് ആണ്? അത് ഫുള്ളി ലോഡാണ്. അത് സ്റ്റേജ് 2 ആണത്. അപ്പം ഇപ്പം കാറിൻ്റെയും ബൈക്കിൻ്റെയും ക്രേസ് ഒക്കെ ഏകദേശം സെയിം ആണോ, അതോ ഇപ്പോഴും ബൈക്സിനോട് തന്നെയാണോ കൂടുതലും ഫസ്റ്റ് ക്രേസ്? ബൈക്സിനോട് തന്നെയാണ് ഫസ്റ്റ് ക്രേസ്. പിന്നെ ഇത് ഞാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഭ്രാന്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണതാണ് സൈഡിൽ. എനിക്ക് ബൈക്സിനോട് തന്നെയാണ് കൂടുതലും ക്രേസ്. ബ്രോ, അപ്പം എന്തൊക്കെയാണ് മെഷീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? അതെ, അത് നമ്മളെ ഈ റാലി കാസിനൊക്കെ ഈ ഹെൽമെറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളതൊന്നും ഉപയോഗിക്കണില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഡ്രാഗിനൊക്കെ പോകാൻ നേരത്ത് ഹെൽമെറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ബാക്കിൽ കുറച്ചും കൂടി താത്തി കഴിഞ്ഞാൽ നെറ്റിൻ്റെ അതിൽ നമുക്ക് ഈ നെറ്റ്. അതാണ് അതിൻ്റെ പർപ്പസ്. എങ്ങനെയാണ് ഒരു ട്രാക്ക് സ്ട്രിപ്പിൽ എന്തെങ്കിലും പോകുന്നുണ്ടോ? പോകാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ആരും കൂടാണ്ട് ഈ ട്യൂണേഴ്സ് ആരും എന്നെ കൊണ്ട് ഈ വണ്ടി ഓടിപ്പിക്കണില്ല. അതാണ് പ്രശ്നം. നമുക്ക് വേറെ വണ്ടി ബിൽഡ് ചെയ്യാം, ഈ വണ്ടി ഓടിച്ച് നശിപ്പിക്കേണ്ടെന്ന് പറയുന്നത്. അതെ, അതാണ് എൻ്റെ ഫ്രണ്ട്സ് മെയിനായിട്ട് ആരും സമ്മതിക്കണില്ല. പിന്നെ അതാണ് മെയിനായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മളിത് കൊണ്ടുപോയനെ. കാരണം എനിക്ക് തോന്നുന്നില്ല വേറൊരു വണ്ടി ഇത്രയും ലോഡായിട്ടൊരു വണ്ടി ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് ഇത്രയും ക്ലീൻ ടിപ്പ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ക്ലീൻ ആണ്. ഇതിനകത്ത് വേറെ ഈ വണ്ടി നശിപ്പിച്ചൊന്നും അങ്ങനത്തെ ഒരു കാര്യം ഇതിനകത്ത് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അന്ന് എന്തുകൊണ്ടോ അത് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടല്ലോ. അതെ, നമ്മൾ മാക്സിമം അതിൻ്റെ സ്റ്റോക്ക് പാർട്സ് എല്ലാം അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സൈഡിലുള്ള ഈ പാനലുകളെല്ലാം നോക്കി അറിയാം, അതെല്ലാം ഒറിജിനൽ. അത് തന്നെ അതെ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇത്ര നീറ്റായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. ഡാഷ്ബോർഡൊക്കെ നോക്കി അറിയാം. അവർ തന്നെ ഫുള്ളി ഇതിനെ സൂക്ഷിക്കാം, എങ്ങനെയൊക്കെ സൂക്ഷിക്കാം അതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ചെയ്തേക്കുന്നത് എല്ലാം കംപ്ലീറ്റ്ലി ഒരു നീറ്റ് മോഡ്സ് ആണ്. അതെ. ഓക്കെ. വേറെ ഏതെങ്കിലും കാർ എടുത്ത് ബിൽഡ് ചെയ്യാൻ ഉള്ള പ്ലാൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തൽക്കാലമില്ല. ഓക്കെ. ഈ മീറ്റേഴ്സ് എല്ലാം ഫങ്ഷനിങ് ആണ്. ഇതല്ലേ നമ്മൾ പറഞ്ഞ ഗിയറിൻ്റെ റേഷ്യോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ്. ഇതിൻ്റെ പുറകിലത്തെ സ്റ്റഡി എങ്ങനെയായിരുന്നു? നല്ലൊരു ടൈം കൺസ്യൂമിങ് ആയിരുന്നു? അതെ. ബ്രേക്കിംഗ് ഒക്കെ അപ് ടു ദ മാർക്കല്ലേ? അതെ, ബ്രേക്കിംഗ് ഒക്കെ
സ്റ്റോക്ക് ബ്രേക്കിംഗ് നമ്മൾ നേരത്തെ മാറിയായിരുന്നോ? സ്റ്റോക്ക് ബ്രേക്ക് നേരത്തെ എക്സ്ട്രീം ബ്രേക്ക് ആയിരുന്നു. ആ, അത് കഴിഞ്ഞിട്ട് അടുത്ത അപ്ഗ്രേഡ് നമ്മൾ ടാറോക്സിലോട്ട് പോയി. നൈസ്. ഇങ്ങനത്തെ വാഹനം ആയതുകൊണ്ട് ആളുകളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര രീതിയിൽ ക്യൂരിയസ് ആയിട്ട് വന്ന് സംസാരിക്കാറുണ്ടോ? ഉറപ്പായിട്ടും. എവിടെ കൂടെ ഇട്ടാൽ തന്നെ ആളുകൾ വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കളറ്, അത് എന്താ മോഡിഫിക്കേഷൻ, എവിടെ ചെയ്ത് അത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്ന് ചോദിച്ചു. നമ്മൾ നിങ്ങൾ നിൽക്കുമ്പോൾ ആൾക്കാരുടെ വരവ് കാണുമ്പോൾ നമുക്കറിയാം ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാൻ പറ്റണേ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സാധാരണ ഒരു വണ്ടി ഇപ്പോൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റെഫറൻസ് വേണമെങ്കിൽ നോക്കാം. ഈ വണ്ടി ബിൽഡ് ചെയ്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും റെഫറൻസും കാര്യങ്ങളൊക്കെ വെളിയിലത്തെ വണ്ടികളുമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ നമ്മുടെ സ്വന്തം ഐഡിയ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത്. ഓക്കെ. ബ്രോ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ ഈ സൺറൂഫിൻ്റെ ഐഡിയാസ് ഉണ്ടായിരുന്നോ കയ്യിൽ? എടുക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു. പിന്നെ ഈ കമ്പനി ലോഞ്ച് ചെയ്തായിരുന്നു ബാംഗ്ലൂരിൽ. അപ്പോൾ പിന്നെ അങ്ങനെ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ വേറെ കുറച്ച് ഹോണ്ട സിറ്റി അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാനായിട്ടൊരു ആഗ്രഹം ഇതായിട്ട് നമ്മൾ ചെയ്തതാണ് ചെയ്തതാണ്. അന്ന് അത് നല്ലൊരു ടൈം ടേക്കിംഗ് പ്രോസസ് ആയിരുന്നോ? ഇല്ല, അതൊരു 1 വീക്ക് നമ്മളിവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ വണ്ടി ബിൽഡ് ചെയ്യാൻ നേരത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയ ഒരു ബിൽഡ് ഏതാ? അത് പെയിന്റിങ്ങിന് തന്നെയാണ്. എനിക്ക് പെയിന്റിങ്ങും പിന്നെ കുറച്ച് പെയിന്റിങ്ങിന് തന്നെ പറയാം. അതാണ് കൂടുതലും. റോൾ കേജ് ചെയ്യുന്നത് ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആയിരുന്നു. അതെ, അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 2 months അത് എടുത്തിട്ടുണ്ടായിരുന്നു. ECUവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ECU റേസ് ഡൈനാമിക്സ് യൂസ് ചെയ്തതിൻ്റെ കാരണം തന്നെ നമ്മൾ പിന്നെ അന്ന് ഇപ്പം നമ്മൾ കൂടുതലൊന്ന് ഈ പവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കിയപ്പോഴേക്കും അന്ന് പിന്നെ നമ്മുടെ മുന്നിൽ ഇറങ്ങിയുള്ള കുറച്ച് കാര്യങ്ങളുള്ളായിരുന്നു, ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. അതെ, പിന്നെ നമ്മൾ അതിലോട്ട് തന്നെ പോയി. ആക്സിഡന്റലി കൂടെ വന്ന് ഇപ്പോൾ ഫേവറേറ്റ് വണ്ടിയായില്ലേ? അതെ, അങ്ങനെയാണ് സംഭവം. ആളുകളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അല്ലേ എല്ലാവരും? അതെ, അവർക്ക് ഇങ്ങനത്തെ ഒരു സെൻ ഇങ്ങനെ ആക്കാൻ പറ്റും എന്നാണ് ആൾക്കാർ കൂടുതലും ചിന്തിക്കുന്നത്. ഒരു സെൻ ഇങ്ങനെയൊക്കെ. പിന്നെ ഈ 2 ഡോറുള്ള കാര്യമൊന്നും ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ആളുകൾ അവെയർ ആവുന്നത്. ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ 2 ഡോർ സെന്നൊക്കെ ഇവിടെ ഉണ്ടാന്ന് ചോദിക്കണം എല്ലാവരും. അന്നത് എത്ര രൂപയ്ക്ക് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ 2 lakhs വാങ്ങിച്ചത്. 2 lakhs വാങ്ങിച്ചത്. ഈ ഒരു ജേർണിയിൽ ബ്രോയിനെ അപ്പോൾ ആരൊക്കെയാണ് സഹായിച്ചത്? എന്നെ മെയിനായിട്ട് സഹായിച്ചേക്കണ എൻ്റെ ഒരു ഫ്രണ്ട് മനു എന്ന് പറഞ്ഞിട്ട് 0200 എന്ന് കേട്ടോ, ഓട്ടോവർക്സ് 0200 ഓട്ടോവർക്സ്. പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് ഞാൻ കാർ കൊടുക്കുക ചെയ്തത്. പുള്ളി തന്നെയാണ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ എൻ്റെ കുറച്ച് ഐഡിയാസ് ഞാൻ പുള്ളിയുടെ അടുത്ത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ പുള്ളിയും പറയാം. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും ഐഡിയാസാണ് ഈ കാർ ഫുള്ള് ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ മെക്കാനിക് സൈഡ് ഞാൻ പറഞ്ഞില്ല, മാഗ്രം മോട്ടോഴ്സ് കൊണ്ടുവന്നൊരു ദീപ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ഒരു ബ്രദറിനെ പോലെയാണ്. പുള്ളി എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാം പുള്ളി നമുക്കെല്ലാം ചെയ്തു തരും. പിന്നെ അതേപോലെ ഓഡിയോ സിസ്റ്റം പാലരോട്ടത്തുള്ള എംപറർ, അത് ഞാനൊരു ലാസ്റ്റ് ഒരു 20-25 years ആയിട്ട് ഞാൻ അവിടെ തന്നെയാണ് ഓഡിയോ സിസ്റ്റം എല്ലാം ഞാൻ സ്ഥിരമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നേരത്തെ ഒരു ജിപ്സി ഉണ്ടായിരുന്നു ഫുള്ളി മോഡിഫൈഡ്, അതുമൊക്കെ അവിടെ തന്നെ ചെയ്തേക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി റേസ് ഡൈനാമിക്സിൽ വന്നിട്ട് ECU നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർ നമ്മൾ ECU കയറ്റാൻ വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പം അനൂജ് ബ്രോ, താങ്ക് യു. കാര്യങ്ങളെല്ലാം വന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് എൻ്റെ സൈഡിൽ നിന്ന്, ഓഡിയൻസ് സൈഡിൽ നിന്ന് താങ്ക് യു. അപ്പോൾ ഇനി അടുത്തൊരു ബിൽഡ് വരുവാണെങ്കിൽ നമുക്ക് അതുമായിട്ട് ഉറപ്പായിട്ടും കാണാം. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.